ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കഴിഞ്ഞ് ഒടുവിൽ നിരപരാധിത്വം തെളിഞ്ഞ് പുറത്തിറങ്ങുന്ന വാർത്തകൾ നമുക്കൊരു പുതുമയല്ല. എന്നാൽ 18-ാം വയസ്സിൽ ബലാത്സംഗ കേസിൽ ജയിലിൽ പോയി 37 വർഷത്തിന് ശേഷം പുറംലോകം കണ്ട ഒരാളാണെങ്കിലോ? അമേരിക്കയിലാണ് സംഭവം. ചെയ്യാത്ത കുറ്റത്തിന് 37 വർഷം ജയിലിൽ കഴിഞ്ഞതിന് $14 മില്യൺ, ഏകദേശം 116 കോടി രൂപ നഷ്ടപരിഹാരം നൽകാനാണ് വിധി. ഫ്ലോറിഡയിൽ നിന്നുള്ള റോബർട്ട് ഡുബോയിസിനാണ് ടാംബ സിറ്റി കൗൺസിൽ അധികൃതർ നഷ്ടപ്പെട്ട വർഷങ്ങൾക്ക് പരിഹാരമായി തുക നൽകിയത്. 19-കാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്നെന്ന കേസിൽ 1983-ലാണ് ഇദ്ദേഹം അറസ്റ്റിലാകുന്നത്. കുറ്റകൃത്യം നടക്കുമ്പോൾ 18 വയസ്സായിരുന്നു റോബർട്ട് ഡുബോയിസിന് പ്രായം. ആദ്യം വധശിക്ഷയാണ് വിധിച്ചിരുന്നത്. എന്നാൽ ഇന്നസെൻസ് പ്രോജക്ട് ഓർഗനൈസേഷന്റെ സഹായത്തോടെ 2018-ൽ ഇദ്ദേഹത്തിന്റെ ശിക്ഷ ജീവപര്യന്തമായി കുറച്ചു. പിന്നീട് DNA പരിശോധനയിൽ മറ്റു 2 പേരാണ് പ്രതികളെന്ന് മനസ്സിലായി. തുടർന്ന് 2020-ൽ ഇദ്ദേഹം ജയിൽ മോചിതനാവുകയായിരുന്നു. താമസിയാതെ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ, ടാംബ സിറ്റി അധികൃതർ, ഫോറൻസിക് ദന്ത ഡോക്ടർ എന്നിവർക്കെതിരെ ഡുബോയിസ് നിയമ നടപടി ആരംഭിച്ചു. ഇരയുടെ കടിയേറ്റ അടയാളവുമായി അദ്ദേഹത്തിന്റെ പല്ലിന്റെ ഇംപ്രഷനുകൾ പൊരുത്തപ്പെടുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തിയത് ഫോറൻസിക് ദന്ത ഡോക്ടറായിരുന്നു. ചിക്കാഗോ ആസ്ഥാനമായുള്ള പൗരാവകാശ നിയമസ്ഥാപനമായ ലോവി ആൻഡ് ലോവിയാണ് കേസിൽ ഇദ്ദേഹത്തെ സഹായിച്ചത്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന സ്ഥാപനമാണിത്. ഈ തുക ഡുബോയിസ് അനുഭവിച്ച ദുരിതത്തിനുള്ള നഷ്ടപരിഹാരം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം കൂടിയാണെന്ന് ലോവി ആൻഡ് ലോവി പ്രസ്താവനയിൽ പറഞ്ഞു. ഡുബോയിസിനും അദ്ദേഹത്തിന്റെ നിയമ സ്ഥാപനത്തിനും ഈ വർഷം $9 മില്യൺ, അടുത്ത വർഷം $3 മില്യൺ, 2026-ൽ $2 മില്യൺ ലഭിക്കും. ഡുബോയിസ് കേസിന് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മെച്ചപ്പെട്ട പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്നും സാങ്കേതിക പുരോഗതി അത്തരം അന്വേഷണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെ ഗണ്യമായി മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നും ടാംബ പോലീസ് ചീഫ് ലീ ബെർക്കാവ് വ്യക്തമാക്കി. ഈ കേസ് ഡുബോയിസിൽ സൃഷ്ടിച്ച അഗാധവും ശാശ്വതവുമായ പ്രത്യാഘാതങ്ങൾ തങ്ങൾ തിരിച്ചറിയുന്നതായും ബെർക്കാവ് പറഞ്ഞു. 1983 ഓഗസ്റ്റിൽ ടാംബ റെസ്റ്റോറന്റിലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് യുവതി ലൈംഗികമായി ആക്രമിക്കപ്പെടുന്നത്. യുവതിയുടെ കവിളിൽ കടിയേറ്റ അടയാളം ഉണ്ടായിരുന്നു. തുടർന്ന് ഡുബോയിസ് ഉൾപ്പെടെ നിരവധി വ്യക്തികളിൽ നിന്ന് പല്ലിന്റെ സാമ്പിളുകൾ ഉദ്യോഗസ്ഥർ ശേഖരിച്ചു. തേനീച്ച മെഴുക് ഉപയോഗിച്ചാണ് സാമ്പിൾ എടുത്തത്. തുടർന്ന് ഫോറൻസിക് ദന്ത ഡോക്ടർ ഇത് ഡുബോയിസിന്റേതാണെന്ന് ഉറപ്പിക്കുകയായിരുന്നു. കൊല്ലപ്പെട്ട യുവതിയുമായി ഡുബോയിസിന് യാതൊരു പരിചയവുമില്ലായിരുന്നു. എന്നാൽ ഇദ്ദേഹം സംഭവ സ്ഥലത്ത് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇതും ഇയാളെ പ്രതിയാക്കാൻ കാരണമായി. പതിറ്റാണ്ടുകൾക്ക് ശേഷം DNA പരിശോധനയിൽ ആമോസ് റോബിൻസൺ, അബ്രോൺ സ്കോട്ട് എന്നിവരാണ് യഥാർത്ഥ പ്രതികളെന്ന് തിരിച്ചറിഞ്ഞു. ഇരുവരും മറ്റൊരു കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ്. 2020 ഓഗസ്റ്റിലാണ് ഫ്ലോറിഡ ജയിലിൽ നിന്ന് ഡുബോയിസ് മോചിതനാകുന്നത്. താൻ എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നല്ലത് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. മോചനശേഷം ഡുബോയിസ് പറഞ്ഞ വാക്കുകളാണിത്. പിന്നീട് നടന്ന കോടതി ഹിയറിംഗിൽ ജുഡീഷ്യൽ സംവിധാനത്തെ വിശ്വസിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടാണെന്നും ഡുബോയിസ് പറഞ്ഞിരുന്നു. തന്റെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളാണ് നേരിട്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നഷ്ടപരിഹാരം വിധിച്ചുള്ള കോടതി ഉത്തരവ് വന്നതോടെ കോടതിക്ക് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു.